നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 5:45 കേട്ടോ. 12 മണിയായാൽ പോലും നോർത്തിലേക്ക് വന്ന വിൻ്ററിലാണെങ്കിൽ നേരം വെട്ടം വീഴത്തില്ല. അങ്ങനെ ഇരുണ്ട് മൂടി കിടക്കും. 5:45 അതേ സൂര്യനൊക്കെ ഒഴിച്ച് പശുക്കളൊക്കെ അതേ മേയുന്നു. ഇന്നലെ ഹൽദി കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ തൊട്ട് ചേർന്നതിനൊരു കല്യാണം ഉണ്ടായിരുന്നേ. കല്യാണത്തിൻ്റെ ആ സെറ്റപ്പ് അങ്ങനെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആഘോഷം വന്നാൽ ഭയങ്കര ആഘോഷമാണ്. 5:45 തന്നെ വെട്ടം വന്നു. അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെ കേട്ടോ. പശുക്കളും ഒക്കെ ദേ അവിടെ അത് കൃഷിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നെങ്കിൽ ഇവിടെ നിറച്ച് നെൽകൃഷിയായിരുന്നു. നെല്ലൊക്കെ കൊയ്ത് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. സോ ഡേ 4 ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണുള്ളത്. നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള എല്ലാ ഹോട്ടൽസിൻ്റെ ലൊക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി ഉപകാരപ്പെട്ടേക്കാം. അത്ര വലിയ സെറ്റപ്പ് ഹോട്ടലുകളൊന്നുമല്ല. നമ്മളൊരു 3000 ആ ഒരു റേഞ്ച്, 3500, 4000 ഹോട്ടൽ റൂംസാണ് എടുക്കുന്നത്. വേറെയും കൂടെ ഉള്ളതുകൊണ്ട് അത്രയൊക്കെ ആവും. ഇതൊക്കെ ഒരു 2500 ഉള്ളു കേട്ടോ. നല്ല റേറ്റ് അഫോർഡായിട്ട് കിട്ടി. അത്രയ്ക്ക് വലിയ സംഭവമല്ല. പിന്നെ നമുക്ക് പോണ വഴിക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റേ ഇന്ന് ഡേ 5 അല്ലേ? ഡേ 5 ആണ് കേട്ടോ. സോറി, എനിക്ക് മാറിപ്പോയി. ഡേ 5. അപ്പോൾ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ സ്റ്റേ ഡൽഹി ആയിരിക്കും. അപ്പോൾ പോയാലോ? രാവിലെ ഏട്ടന് ഒരു ചായ നിർബന്ധമാണ്. ഇതൊന്നും കുടിച്ചില്ല, അതുകൊണ്ട് ചായക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കാൻ. ചായക്ക് വേണ്ടി കട നിർത്തി. ഇവിടെ എവിടെ തിരിഞ്ഞാലും പട്ടികളെ ബഹളമാണ്. പട്ടി പട്ടികൾ നമുക്ക് എത്ര ഉണ്ടോന്നും. ഇതിനെ പേടിച്ച് ഏട്ടൻ വണ്ടി നിർത്താതെ പോയതാണ് കേട്ടോ. പിന്നെ ഒട്ടും നിവൃത്തിയില്ല. രാവിലെ ചായ കുടിക്കാത്തത് കൊണ്ടാണ്. പട്ടി എന്ന് പറഞ്ഞാൽ ഏട്ടൻ ഓടും. പറഞ്ഞു ഒരാൾ പേടിച്ചോടണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എവിടെയോ ഗ്വാളിയറല്ലേ അവിടെ നിർത്തിയിട്ടുണ്ട്. 8:30 മുതൽ കട നോക്കി 9:30 മണിയായി. ഇവിടെ വന്ന് എല്ലായിടത്തും മറ്റേ ആലു പറാത്ത അതൊക്കെ ഉള്ളൂ. റൊട്ടിയൊന്നുമില്ല. ആലു പറാത്ത വേണമെങ്കിൽ കഴിക്കായിരുന്നു. ഒരിടത്തും തുറന്നില്ല. തുറന്നൊക്കെ വരണതേ ഉള്ളൂ. എന്തിനാ അതൊക്കെ കാണിക്കണ? എന്നെ കാണിയില്ലേ? അങ്ങനെയൊന്നുമില്ല. എന്നെ കാണാതിരിക്കണവരും ഉണ്ട്. അങ്ങനെ നമ്മൾ റൊട്ടിയും ചാനയും പറഞ്ഞു. ഉച്ചയ്ക്ക് പനീറാണേ. ഇങ്ങോട്ട് വന്ന ആഹാരത്തിനൊക്കെ ഒരു അരമണിക്കൂർ സമയം നമ്മൾ കൊടുക്കണം കേട്ടോ. സവോളക്ക് നിൽക്കുമ്പോൾ നിന്നും പൈസ കൊടുക്കണ്ട. ആവശ്യത്തിലധികം വരും തരും. സവോള ഇഷ്ടം പോലെ തരും. ഫസ്റ്റ് ഇത് കൊണ്ടുവച്ച് തരും. നമ്മളവിടെ ചട്നിയൊക്കെ കൊണ്ടുവയ്ക്കും പോലെ. ചായ മസാല ഒന്നും ഒരെണ്ണം കഴി പെണ്ണേ. ബട്ടർ തവാ റൊട്ടി. ഇതിവിടുത്തെ പ്ലേറ്റ് ഉണ്ടോ? നമ്മളെപ്പോലെ കുഴച്ചടുപ്പൊന്നും ഉമ്മാർക്കില്ല ചേട്ടാ. ഇവർ കഴിക്കുമ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ. ചനയൊന്നും ഇല്ല. ഇങ്ങനെയാണ് ഇവർ കഴിക്കുന്നത്. അതുകൊണ്ടാണ് പ്ലേറ്റിനൊക്കെ ഇത്ര ചെറുത്. നമ്മളെ പോലെ മുക്കി കഴിക്കുന്ന ടേസ്റ്റ് അത് വേറെ. കുഴപ്പമില്ല. ചന ഇല്ല. സോറി മേഡം. ഞാനേ ഉറങ്ങാൻ പോവാണേ. എന്നും വണ്ടി കയറിയിട്ട് ഇതിനാണ് എൻ്റെ പരിപാടി. സാധാരണ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴാണ് ഉറക്കം വരുന്നത്. ഇത് ഈ വേദ ഉണ്ടല്ലോ, രാവിലെ ഫുൾ കാറി കിടന്നുറങ്ങേ. എന്നിട്ട് രാത്രി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മളെ കൂടെ ഡിസ്റ്റർബ് ചെയ്യും. അവൾ ഉറങ്ങൂല. അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കും. എന്നിട്ട് രാവിലെ ഫുൾ ഉറക്കം. അപ്പം നമുക്കും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ഉറക്കക്ഷീണം. ഇല്ലെങ്കിലും ഉറക്കക്ഷീണം ഇല്ലെങ്കിലും നമ്മൾ ഉറങ്ങും. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ഉറങ്ങി എഴുന്നേക്കാം. ഉറങ്ങാന്ന് പറഞ്ഞ് കിടന്നപ്പോൾ ഏട്ടൻ കൊണ്ടുവന്ന് കാർ ചവിട്ടി നിർത്തി കേട്ടോ. പിന്നെ ഉറക്കമൊക്കെ പോയി. 3 ദിവസമായിട്ട് വാങ്ങിച്ചു വെച്ച പേരയ്ക്ക കേട്ടോ മറന്നു പോയി ചെത്താനായിട്ട്. അങ്ങനെ എപ്പോൾ എടുത്ത് ചെത്താന്ന് കരുതി. വേദം എടുത്ത് പറഞ്ഞത് ഈ പേരയ്ക്ക വേണ്ടേന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ എടുത്ത് നമുക്ക് ചെത്താന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ വെള്ളം വാങ്ങാനായിട്ട് നിർത്തിയത് കേട്ടോ. അപ്പോൾ അവിടെ ധാബയിൽ കയറി പേരയ്ക്ക എല്ലാം ചെത്തി കഴിക്കുകയാണ് ഞാനും വേദയും കൂടി. ഏട്ടനെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഒരു രുചി ഉണ്ടായിരുന്നില്ല പേരയ്ക്ക. അതിനി വാങ്ങിച്ച് 3 ദിവസം ആയതുകൊണ്ട് രുചിയില്ലാത്തതാണോ അതോ അങ്ങനെയാണോ അതിൻ്റെ രുചിയൊന്നും അറിയത്തില്ല. എന്തായാലും അതും എടുത്ത് ബാഗ് കവറിലാക്കി വണ്ടിയിലേക്ക് കയറുകയാണ്.
ചൂടൊരു രക്ഷയില്ലാത്ത ചൂട് കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടുള്ള ചൂട്. കേരളത്തിലും ചൂടുണ്ടെങ്കിലും ഇത്രയും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. 41 ഡിഗ്രിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പൊള്ളി പോകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മളൊരു വാഷ്റൂമിലോ അല്ലെങ്കിൽ ഇതുപോലൊന്ന് കയറിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നുണ്ട്. അത്രയ്ക്കുള്ള ഒരു വെയിൽ. ഞാൻ ഇടയ്ക്കൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വന്ന് പിന്നെ കുറച്ച് സമയം ബോധമില്ലാണ്ട് കിടന്നു കേട്ടോ. വേദയും അതെ ഇറങ്ങിയപ്പോൾ എന്തോ തല ചുറ്റി എന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. ആ ജാൻസി കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിൽ വന്നിട്ട് നമ്മുടെ NH റോഡ് ഫുൾ ഇങ്ങനെ കേട്ടോ. കുറച്ച് ദൂരമൊക്കെ കട്ട് റോഡായിരിക്കും. പിന്നെ ഇങ്ങനെ സിറ്റി കയറിയാണ് വരുന്നത്. അതുകൊണ്ട് റോഡൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. ഇത് ഡൽഹി റൂട്ടാട്ടോ, ആഗ്ര ഡൽഹി റൂട്ടാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മധുര വഴി പോകാം കേട്ടോ, വൃന്ദാവൻ അതുവഴി. ഇന്നലെ നിഷാന്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുവഴി ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ അവിടെ കൂടി ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് മധുര. അതുവഴി വേണമെങ്കിൽ നമുക്ക് ഡൽഹിയിൽ പോവാം. ഇതിപ്പോൾ നമ്മൾ ആഗ്ര വഴിയാണ്. മധുരയിൽ നിന്ന് ആഗ്രയിൽ പോയിട്ട് അങ്ങനെ തന്നെ പോവാനുള്ളത്. ആഗ്ര കഴിഞ്ഞാണല്ലേ? ആഗ്ര കഴിഞ്ഞ് മധുര റൂട്ട് വഴിയും പോവാം, അല്ലാതെ നോയിഡ വഴിയും നമുക്ക് ഡൽഹി പോകാം. നമ്മൾ നോയിഡ വഴിയാണ് പോകുന്നത്. മധുര വഴി പോകുന്നത് കുറച്ച് ദൂരം കൂടുതലാട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്ന ശേഷം നമ്മൾ കുറേ ടൗൺ ടച്ച് ചെയ്താണ് പോകുന്നത്. ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, ടൗൺ ടച്ച് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഭയങ്കര തിരക്കായിരിക്കും മെയിൻ സിറ്റികൾ ഇങ്ങനെ ടച്ച് ചെയ്ത് പോയാൽ. അല്ലെങ്കിൽ ഏതെങ്കിലും വല്ലപ്പോഴും ഒരു കുഞ്ഞ് ജംഗ്ഷൻ വരും, അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, അങ്ങ് പാസ് ചെയ്ത് പോകും. ഇതൊക്കെ ഏതോ മെയിൻ സിറ്റികളാണ് കേട്ടോ. നമ്മൾ മധുര എത്തിയേ, മീൻസ് മധുര അപ്പുറ സൈഡാണ്. ആഗ്ര എത്തി, തൊട്ടടുത്താണ് മധുര അപ്പുറ സൈഡ്. നമ്മൾ ഈ സൈഡിൽ കൂടെ ഹൈവേ കൂടെ കയറി പോകണം. ഇത് യമുന എക്സ്പ്രസ് ഹൈവേ ആണ്. യമുന നദി കാണിച്ചു തരാം. നമ്മൾ മറ്റേ ആഗ്ര പോയ വീഡിയോയിലെല്ലാം യമുന നദിയൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതെല്ലാം വറ്റി വരണ്ട കിടപ്പുണ്ടെന്ന്. ഈ പാലം കയറുന്നത് തന്നെയാണ് യമുന നദി. വെള്ളമൊന്നും ഇല്ലാന്ന് തോന്നണം കേട്ടോ യമുന നദിയിൽ. കൃഷ്ണന്റെ നാട്ടിന്റെ ഒരു സൈഡിൽ കൂടെ പോവാട്ടോ. യമുന നദി അധികം വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയിട്ട് കിടക്കാം കേട്ടോ. നമുക്ക് അപ്പുറ സൈഡിൽ കൂടെ പോയിരുന്നെങ്കിൽ മധുര വൃന്ദാവൻ ഒക്കെ കറങ്ങി വരായിരുന്നു. നമ്മളൊരിക്കൽ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ സമയം പരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. നേരെ ഡൽഹി. ഈ യമുന എക്സ്പ്രസ് ഹൈവേ വഴി നമ്മൾ ഡൽഹി വഴിയാണ് ജമ്മുവിലേക്ക് പോകുന്നത്. സാധാരണ ഇതിപ്പോൾ നമ്മുടെ എക്സ്പ്രസ് ഹൈവേ ആണ് വന്നത്. 112 കിലോമീറ്റർ ഹൈവേ റോഡ് ഉണ്ട് കേട്ടോ. ചെന്ന് നോയിഡയിൽ ചെന്ന് ഇറങ്ങും. സാധാരണ എക്സ്പ്രസ് ഹൈവേ കയറി പച്ച വെള്ളം പോലും കിട്ടത്തില്ല. ഭാഗ്യത്തിന് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. എല്ലാം ഉണ്ട്. പിസ്സ, ബ്രോസ്റ്റഡ്, KFC ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഇന്നാൾ കയറിയതുപോലെ. അപ്പോൾ ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ റെസ്റ്റോറൻറ്റ് കയറിയപ്പോൾ ഇവിടെ അധികം അങ്ങനെ ഷോപ്പൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള മറ്റേ KFC, പിസ്സ ഹട്ട് അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെ ദോശ കിട്ടുന്നതുണ്ട്. ദോശ കണ്ടിട്ടൊരു ലുക്കൊന്നുമില്ല. ഇവിടെ വന്ന് നമ്മൾ ദോശ വാങ്ങിച്ച് കഴിക്കുന്നത് അത്രയും ബുദ്ധിപരമായ നീക്കമല്ല, അതുകൊണ്ട് ദോശ വാങ്ങിയില്ല. പിന്നെ ബിരിയാണിയൊക്കെ ഇരിക്കുന്നു. ബിരിയാണിയും വേണ്ട, വൈകിട്ട് ഡൽഹിയിലല്ലേ, ഡൽഹി പോയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാം. റോസ്റ്റഡ് KFC വാങ്ങാമെന്ന് കരുതി. എന്നിട്ട് KFC കഴിക്കാൻ ഇനിയും സമയം കിടക്കുകയല്ലേ, 30 ദിവസം ഉണ്ടല്ലോ. ഇവിടെ ആകെ 5 ദിവസം ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബ്രോസ്റ്റഡ് പിന്നീട് വാങ്ങാം. പിന്നെ ബിരിയാണി വേണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചൊക്കെ നിന്നിട്ട് വേദ പറഞ്ഞു ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വേദയ്ക്കൊരു പനീർ റോള് വാങ്ങിക്കൊടുത്തു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു കട കണ്ടു, അവിടെ രാജ്മ റൈസ് കണ്ടു കേട്ടോ. അത് ഞാൻ ഒരുപാട് വീഡിയോസിൽ രാജ്മ റൈസിനെ പറ്റി കണ്ടിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അതെന്താണെന്ന് അറിയണമല്ലോ, അതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് എഴുതിയിട്ട് ഒരു രാജ്മ റൈസ് വാങ്ങിച്ചു കേട്ടോ. മറ്റേ രാജ്മ അതിനെ ഇങ്ങനെ കറിയായിട്ട് വെച്ച് കുറച്ച് റൈസും കൂടി തരുന്നതാണ് രാജ്മ റൈസ്. എല്ലാം ഇവരുടെ കറികളെല്ലാം ഒരേ ടേസ്റ്റ് തന്നെ കേട്ടോ. ആ ഒരു ചാറ്റ് മസാലയുടെയും ആ ഒരു എണ്ണയുടെയൊക്കെ ടേസ്റ്റ് എല്ലാ കറികൾക്കും ഉണ്ടാവും. അപ്പോൾ ഈ കറിക്കും അത് തന്നെയാണ് ടേസ്റ്റ്. എങ്കിലും എന്താണെന്ന് അറിയണമല്ലോ, ഞാൻ കഴിച്ചിട്ടില്ല, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അത് കണ്ടപ്പോൾ. ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് കരുതി തന്നെയാണ് വന്നത്. അങ്ങനെയാണ് അതൊന്ന് ഓർഡർ കൊടുത്തത്. എന്നിട്ട് വേദയ്ക്കൊരു പനീർ ബട്ടർ റോളും പനീർ റോളും പറഞ്ഞു. എന്നിട്ട് ജ്യൂസ് വാങ്ങാമെന്ന് പറഞ്ഞ് ജ്യൂസ് കടയിലേക്ക് പോയപ്പോൾ ഒരു ജ്യൂസിന്, അതും സ്മോൾ സൈസിന് 200 രൂപ കേട്ടോ. പൈനാപ്പിളിനും മൊസംബിക്കും ഒക്കെ. ജ്യൂസ് കടയായിട്ടില്ല, അവിടെയുള്ള ഒരു സ്റ്റോറാട്ടോ. ഭയങ്കര റേറ്റ്. അപ്പോൾ ഞാൻ കരുതി 200 രൂപ കൊടുത്തൊരു സ്മോൾ സൈസ് ജ്യൂസ് കുടിക്കുന്നതിലും ഭേദം കുടിക്കാണ്ടിരിക്കുന്നതാണെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രാജ്മ റൈസ് പറഞ്ഞെടുത്ത് തന്നെ അവിടെ മലായി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മലായി വാങ്ങി കൊടുക്കാമെന്ന്
കരുതിയിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഓരോ മലായി ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ വേദക്ക റോളും ഈ രാജ്മ റൈസും. ക്വാണ്ടിറ്റിയൊക്കെ വളരെ കുറവ്, വില വലിയ കൂടുതൽ. 230 എന്തോ ആണ് ഈ ഒരു രാജ്മ റൈസിൻ്റെ റേറ്റ്. ധാബയിലായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടി 100 രൂപയ്ക്ക് ഒതുങ്ങിയാണ് കേട്ടോ. പിന്നെ വേദയുടെ ഒരു റോളെന്ന് പറഞ്ഞാൽ 200 എത്ര രൂപയ്ക്കാണ് അത് വാങ്ങിയത്. അതും ഒറ്റ കടിക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ ഒറ്റ കടിക്ക്, വേദക്കായിട്ട് 2 കടിക്കുണ്ടായിരുന്നു ആ റോള്. ഭയങ്കര നഷ്ടം, ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ കാര്യമുണ്ട് കേട്ടോ, ഇതൊരു ഞാൻ പറഞ്ഞില്ലേ 100 സംതിങ് കിലോമീറ്റർ ഉള്ള ഒരു ഹൈവേ ആണ്. അപ്പോൾ ആ ഹൈവേയിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എൻഡ് ആവുന്നത് വരെ പിന്നെ വേറൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഞങ്ങൾ കയറിയത്. പക്ഷെ പോകുന്ന വഴിക്ക് വീണ്ടും ഹോട്ടൽസ് ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഹൈവേസിൽ കയറിയാൽ, എക്സ്പ്രസ് ഹൈവേസിൽ കയറിയാൽ അത് എൻഡ് ആവുന്നത് വരെ ഹോട്ടലുകളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് വാഷ്റൂമിൽ കയറാനായിട്ട് വന്നതാണ്. വാഷ്റൂമിൽ കയറിയ സ്ഥിതിക്ക് ഒരു 12:30 ഒക്കെ കഴിഞ്ഞ് കഴിച്ചിട്ട് പോകാമെന്ന് എഴുതി. അപ്പോൾ ഏട്ടൻ്റെ ഡ്രൈവിലായിരുന്നെങ്കിൽ 1:30 ആകുമ്പോൾ നമ്മൾ നോയിഡ എത്തിയാനെ, അവിടെ ഇറങ്ങിയിട്ട് കഴിച്ചാലും മതിയായിരുന്നു. പിന്നെ വിശന്നിരിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഇവിടെ കയറി കഴിച്ചത് കേട്ടോ. പക്ഷെ അതൊരു തേപ്പ് ഫുഡായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു മൊത്തത്തിൽ അലന്ന വൃത്തികെട്ട ദിവസമായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിലായാലും സ്റ്റേയുടെ കാര്യത്തിലായാലും അലച്ചിലും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ 3 പേരും ടയേർഡായ ഒരു ദിവസമായിരുന്നേ. ഞാൻ വോയിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേദ പറയായിരുന്നേ, അത് മലായി അല്ല നമ്മൾ വാങ്ങിയ ജ്യൂസ് തണ്ടായി ആണെന്ന്. ശരിയാട്ടോ, തണ്ടായിയാണ് വാങ്ങിയത്. അപ്പോൾ പറഞ്ഞു വന്നത്, സത്യമായിട്ടും നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ വൃത്തികെട്ട അനുഭവിച്ച ഒരു ദിവസമാണ് ഇന്നത്തേത്. കാരണം ഞങ്ങൾ അത്രയ്ക്ക് അലന്ന് നടന്നു പോയി കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിലായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിച്ച് കുറേ സമയം നടന്നു. ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നത്തെ ആ ഒരു ഫുഡും എനിക്കിഷ്ടമായില്ല. രാജ്മ റൈസും ആ ഒരു ടിക്ക റോളും, പനീർ ടിക്ക റോളും മാത്രമേ വാങ്ങിയുള്ളൂ. വേറെ ഒന്നും വാങ്ങിയില്ല. കാരണം വേറെ ഒന്നും ഇവിടെ വാങ്ങാനായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പൈസയ്ക്ക് നമ്മൾ KFC വാങ്ങിയാൽ വയറ് നിറയെ കഴിക്കാമായിരുന്നു. അന്ന് ആ മണ്ടത്തരം ആ ബുദ്ധി പോയില്ല കേട്ടോ. പിന്നീട് ഇനി KFC കഴിക്കാനുള്ള സമയമുണ്ടല്ലോ, ഇപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കട്ടെ, കൊതി വരുമ്പോൾ അപ്പോൾ ആക്രാന്തത്തോടെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചതാണ്. പക്ഷേ KFC വാങ്ങി കഴിച്ചാൽ മതിയായിരുന്നു കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആ ഫുഡിൻ്റെ കാര്യത്തിലും തേഞ്ഞു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ റൂമിന് നടന്ന കഥ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കിട്ടിയ റൂമോ, എൻ്റെ അമ്മേ, ഇതുപോലൊരു വൃത്തികെട്ട ദിവസം എൻ്റെ ജീവിതത്തിൽ സത്യമായിട്ടുണ്ടായിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് വൃത്തികെട്ട ദിവസം. ഇന്ന് ആരെയാണാവും നമ്മൾ കണി കണ്ട് എണീറ്റതെന്ന് അറിയില്ല. സ്വന്തമായിട്ട് എല്ലാവരും അവരവരുടെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടാണോ എണീറ്റതെന്ന് അറിയില്ല. അത്രയ്ക്ക് വൃത്തികെട്ടൊരു ദിവസമായിരുന്നു കേട്ടോ. മാനഹാനി, ധനനഷ്ടം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സംഭവിച്ച ഒരേ ഒരു ദിവസമായിരുന്നു ഇന്നേ. ചൂട് ഒരു രക്ഷയില്ല കേട്ടോ, അന്യായ ചൂട്. നേരത്തെ വാഷ്റൂമിൽ പോയിട്ട് ഒരു പമ്പിൽ നിർത്തി വാഷ്റൂമിൽ പോയിട്ട് വന്നേ. വെറുത്തടിച്ചാ? എനിക്ക് വെറുത്തടിച്ചിട്ട് ഇങ്ങനെ നിന്റെ വീണ്ടും അടിച്ചാ? അല്ല, എനിക്ക് വേറെ പ്രോബ്ലം ഇല്ല. ഞാൻ വാഷ്റൂമിൽ യൂറിൻ പാസ് ചെയ്യാൻ പോയത്. ഞങ്ങൾ ആ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ഇറങ്ങിയിട്ട് നോയിഡയിലേക്ക് വന്നിട്ടുണ്ട്. നോയിഡ വഴി പാസ് ചെയ്താണ് പോകുന്നത്. ഡൽഹിക്ക് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് നോയിഡ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കാണിച്ചേക്കാമെന്ന് കരുതി. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു സിറ്റിയാട്ടോ നോയിഡ. അത്യാവശ്യമല്ല, നല്ല തിരക്കുള്ള സിറ്റിയാണേ. ഡൽഹി നമ്മൾ ടൗൺ മെയിൻ സിറ്റി ടച്ച് ചെയ്തല്ല പോകുന്നത്, ഒരു സൈഡിൽ കൂടെ ആട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹി വഴി നമ്മൾ സെക്കൻഡ് ടൈം കാറിൽ പാസ് ചെയ്ത് പോകുന്നു. സെക്കൻഡ് ടൈമാട്ടോ നമ്മൾ പോകുന്നത്, അതും കാറിൽ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടേ. ഇത്രയും തിരക്കുള്ളൊരു മെട്രോ സിറ്റി, ഇന്ത്യയുടെ ക്യാപിറ്റൽ, എന്തെല്ലാം അല്ലേ. ലോക്സഭ, പാർലമെൻറ്റ്, റെഡ് ഫോർട്ട്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളും, പ്രധാനപ്പെട്ട സ്ഥലങ്ങളുള്ള ഡൽഹി വഴിയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. ഇന്ത്യയിൽ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡൽഹി മെയിൻ സിറ്റി വരുന്നത്. നമ്മൾ ഈ NH വഴി അങ്ങനെ അങ്ങ് പോവാണ്. ഡൽഹി വഴി നമ്മൾ പാസ് ചെയ്ത് പോവാണ്. ഇത് രാഷ്ട്രീയ ദളിത് പ്രേരണ സ്ഥൽ എന്നും പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ പ്ലീസ് എക്സ്പ്ലെയിൻ. എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഇവിടെ നമ്മളന്ന് ഡൽഹിയിൽ വന്നപ്പോൾ വന്നിട്ടില്ല. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഡൽഹി കാണാനായിട്ട്. നമ്മുടെ വീഡിയോസ് വഴി ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡൽഹിയിലൊക്കെ പോകാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട്. ശ്രീകുട്ടിയുടെ വീഡിയോ കാണുമ്പോൾ പോയതുപോലെ ഫീൽ ചെയ്യും, ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡൽഹിയുടെ ഒരു സൈഡിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ന്യൂ ഡൽഹി. ഓൾഡ് ഡൽഹി പിന്നെ ഓക്കെ, പക്ഷേ നമുക്കെന്ത് രസമാണെന്ന്. പക്ഷേ സ്റ്റിൽ ഇവിടുത്തെ ചൂട് 41 ഡിഗ്രി ആട്ടോ. ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് ദൂരം ഇത്രയും ഭംഗിയുണ്ട് കേട്ടോ.
താങ്ക് യു വിസിറ്റ് അഗെയിൻ. അതായത് നോയിഡ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് നിൽക്കുന്നതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ രോമാഞ്ചം വരും കേട്ടോ. ഭയങ്കര പ്രൗഡായിട്ട് തോന്നും. ചേട്ടനെ നോക്കുകയാണ്. ഇനി കാണിച്ച എൻ്റെ കൂടെ യാത്രയ്ക്ക് വരില്ലെന്നാണ് പറഞ്ഞത്, പേടിപ്പിച്ചേക്കണം കേട്ടോ. ഞാൻ ഫ്ലൈറ്റ് എടുത്ത് പോവും. കൈമാറ്റ്. ഏട്ടന് ഫാൻസ് അസോസിയേഷനൊക്കെ തുടങ്ങി ഇറങ്ങിയ മനോജ് ചേട്ടൻ ഫാൻസൊന്നും ഒരു വീഡിയോയ്ക്ക് പോലും വരൂല. അഹങ്കാരിയാണ്, അഹങ്കാരി. കണ്ട, ഇത്ര അഹങ്കാരമുള്ള ആൾക്കാണ് നിങ്ങൾ ഫാൻസ് അസോസിയേഷൻ തുടങ്ങണത്. നമ്മുടെ ഡൽഹിയിലെ തിരക്ക് കണ്ടോ? തിരക്ക് ഇന്ന് സൺഡേ ആണ്, എന്നിട്ട് പോലും തിരക്ക് നോക്കിയേ. പക്ഷെ ഇങ്ങനെ കിടക്കില്ല കേട്ടോ. സിഗ്നൽ കട്ടായി സിഗ്നൽ വരും പോവും. കുറച്ച് സമയത്തെ സിഗ്നൽ ഉണ്ടാവും. ആ സിഗ്നൽ കഴിയുമ്പോൾ ഈ തിരക്കങ്ങ് മാറും. ഒരു എത്ര 2-3 മിനിറ്റ് കണ്ടുണ്ട് സിഗ്നൽ. അത്രയും സമയം ഇങ്ങനെ കിടക്കും. 2 മിനിറ്റ്സ് ആണ് തോന്നുന്നല്ലേ, 3 മിനിറ്റ്സ്. അത്രയും സമയം നമ്മളിങ്ങനെ ബ്ലോക്ക് കിടക്കും. ആ സിഗ്നൽ ഗ്രീൻ ആകുമ്പോൾ 3 മിനിറ്റ്സ് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ കിടക്കത്തില്ല. ഈ പോണ വഴിക്കാണ് അക്ഷരധം ടെമ്പിൾ എന്ന് തോന്നുന്നു. ഇതാണ് അക്ഷരധം ടെമ്പിൾ. നമ്മളൊന്ന് സ്ലോ ചെയ്തപ്പോൾ ബാക്ക് കിടന്ന് ഹോൺ അടിക്കണമൊക്കെ. നമ്മുടെ ഡൽഹി വീഡിയോയിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഭയങ്കര രസമുള്ളൊരു അമ്പലമാണ്. ഈവനിങ് ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. വലിയ അമ്പലമാണ്, വെരി ബിഗ്. നോയിഡയ്ക്കും ഡൽഹിക്കും ഏകദേശം നോയിഡയ്ക്ക് അടുത്താണ് അക്ഷരധം മന്ദിർ. ഇവിടുത്തെ തിരക്ക് നോക്ക്. വെയില് ചൂട് ഇറങ്ങാൻ പാടില്ല. തിരക്ക് നോക്ക്. സീസൺ സമ്മർ വെക്കേഷൻ ഉണ്ടായിരിക്കും. ടോൾ പ്ലാസ ആണ്. നോക്കെന്ത് രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ കരുതി ബ്രിഡ്ജ് എന്തോ ആണെന്ന്. നല്ല ഭംഗിയുണ്ട്. നമ്മളെ ഒരു വലിയ ടൗൺ വഴിയാട്ടോ പോകുന്നത്. നിറയെ കടകളും റൂംസും ഹോട്ടൽസും ഒക്കെ ഉള്ള വലിയൊരു ടൗൺ. സോണിപട്ടിൻ്റെ വേറൊരു സൈഡാട്ടോ ഇത്. ഇവിടെയൊക്കെ റൂമുണ്ട് കേട്ടോ. നമ്മളിവിടെ സോനിപ്പട്ടിൽ നിന്ന് പെട്രോൾ അടിക്കുകയാണ്. 95 റുപ്പീസ് ആട്ടോ ലിറ്റർ. അപ്പോൾ അത് നമുക്ക് ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. ഇത് എല്ലാ പമ്പുകളിലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ചില പമ്പുകളിലുണ്ട് കേട്ടോ ഈ ഒരു സർവീസ്. ഒക്കെ വലിയ സിറ്റി കേട്ടോ. ഒരുപാട് ബിൽഡിങ്ങുകളും വലിയ വലിയ ഷോപ്പിംഗ് മാൾസും ഒക്കെ ഉള്ളൊരു സിറ്റി. അതെ, ഒരുപാട് ദൂരമായിട്ട് ഈ സിറ്റി നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ഒരു 10 കിലോമീറ്റർ വരൂലേ പിന്നെ ഈ ഒരു സിറ്റി കണ്ടിന്യൂ ചെയ്ത് പോവാണേ. നിറയെ റെസ്റ്റോറൻറ്റ്സും ഷോപ്പിംഗ് മാൾസും ഒക്കെ ആയിട്ട്. എൻ്റെ പൊന്നു മക്കളെ, 4:30 പാനിപ്പട്ട് എന്ന് പറയും, ഹരിയാനയിലെ പാനിപ്പട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കയറിയതാണ്. സമയം 7 മണിയാവാൻ പോകുന്നത്. ഇവിടെ കിടന്ന് കറങ്ങിയത്. ആദ്യം ഹോട്ടൽ റൂം നമ്മളിപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടില്ല. വന്നിട്ട് ഏതെങ്കിലും നോക്കിയാണ് എടുക്കുന്നത്. ആദ്യം വന്ന ഹോട്ടലില്ല, രണ്ടാമത് വന്ന ഹോട്ടലില്ല, മൂന്നാമത് വന്ന ഹോട്ടലില്ല, നാലാമത് വന്ന ഹോട്ടൽ. എല്ലായിടത്തും കല്യാണം നടക്കുന്നു. അതിന് സൺഡേ ആയതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, ഒരിടത്തും റൂമും ഇല്ല. റൂം റെൻ്റ് ആണെങ്കിൽ 7,000, 8,000, 10,000 ഒക്കെ. അവസാനം ഞാൻ എയർബിഎൻബിയിൽ നോക്കിയൊരു ഫ്ലാറ്റ് എടുത്തു. നമ്മൾ പോകുന്നതിന് തൊട്ടടുത്ത് തന്നെ, ഹൈവേക്ക് അടുത്ത് തന്നെ. ഭയങ്കര സന്തോഷത്തോടെയൊക്കെ വന്നു, റൂം കണ്ടു, കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ AC ഇല്ല. ഇന്നത്തെ കാലത്ത് AC ഇല്ലാത്ത എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ അതും നോക്കിയില്ല. വൈഫൈ ഉണ്ടോ നോക്കി, കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടോ നോക്കി. ഇത് രണ്ടും ഉണ്ടോ ഓക്കെയാണ്. ACയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. നോക്കിയപ്പോൾ AC ഇല്ലെന്ന്. ഇനി എങ്ങനെ കിടന്ന് ഉറങ്ങും? ഇവിടാണെങ്കിൽ ചൂട് സഹിക്കാനും പാടില്ല. അങ്ങനെ പാനിപ്പട്ടിൽ വന്ന് 3-4 മണിക്കൂർ വെറുതെ സമയം കളഞ്ഞു. 6:30. എന്നിട്ട് ഇവിടെ വന്ന് കുറേ സമയം ലൊക്കേഷൻ ഇട്ട് അത് കണ്ടുപിടിച്ച് ഇത് കണ്ടുപിടിച്ച് ഇതുപോലൊരു 4:30 റൂമിൽ വരാമല്ലോ, സുഖിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. 4:30 കഴിഞ്ഞ് 5:30 കഴിഞ്ഞ് 6:30 കഴിഞ്ഞത് 7 മണിയാകുമ്പോൾ ചായ പോലും ഈ സെക്കൻഡ് വരെ കുടിച്ചിട്ടില്ല. അങ്ങനെ നടക്കുകയാണ് നമ്മൾ. സെറ്റപ്പൊക്കെ കൊള്ളാം, പക്ഷെ റൂമിൽ AC ഇല്ല. റൂമും 3,000 ആയി റൂമിന്. പക്ഷെ അത് വേണ്ടിയിട്ടൊന്നുമില്ല. ഈ ഫ്ലാറ്റിൻ്റെ സെറ്റപ്പൊക്കെ അടിപൊളിയാട്ടോ. ഫ്ലാറ്റിൻ്റെ കൂടെ ചേർന്ന് തന്നെ ഷോപ്പിംഗ് മാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേഷനറി ഉണ്ട്, പിസ്സ ഷോപ്പുണ്ട്, ചായക്കടയുണ്ട്, എല്ലാം ഉണ്ട്. ഗൂഗിൾ കപ്പേ. ചായ ഇവിടെ നിന്ന് ഇങ്ങനെ കുടിക്കായിരുന്നു. ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ബേൽപൂരിയാണ്. ഇവിടെ ബേൽപൂരി ചായക്കടയായിട്ട് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സ്ട്രീറ്റിൽ വന്ന പോലെ ഉണ്ട്. ഒപ്പം അപ്പുറത്തെ സൈഡ് വില്ലാസ്, ഇവിടെ ഫുൾ ഫ്ലാറ്റ് ഒക്കെ ഫുൾ സെറ്റാണ്. ജ്യൂസ് കേട്ടെ.
ഇവിടെ അങ്ങ് ഷോപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ, വെറുതെ ഇട്ടേക്കുന്നു. ഇന്ന് ചൂടത്ത് നമ്മൾ എങ്ങനെ കിടക്കൂടാ, എന്തൊരു ഗതികേടാണെന്ന് നോക്ക്. 4:30 മണിക്ക് വന്ന് അങ്ങോട്ട് പോവായിരുന്നു. അല്ല, ഈ ഒരു ഫ്ലാറ്റിനകത്ത് സ്വീറ്റ്സ്, യൂണിസെക്സ് സലൂൺ എല്ലാം ഉണ്ട് കേട്ടോ. ചെറിയൊരു ഹോട്ടലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ചായ ഒരിടത്തും ഇല്ല. നമ്മൾ ഐസ്ക്രീം വാങ്ങാമെന്നും പറഞ്ഞത് എങ്ങനെ ഐസ്ക്രീം നോക്കുകയാണ്. എനിക്ക് രാത്രിത്തേക്ക് സാൻഡ്വിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോ. കൊള്ളാവുണ്ടോ, റിസ്ക് എടുക്കാൻ പാടില്ല. സാൻഡ്വിച്ച് ഐസ്ക്രീം ഇരിക്കണം. എനിക്ക് ഈ ഐസ്ക്രീം എടുത്തേ, സാൻഡ്വിച്ച് ഐസ്ക്രീം. വേറെ ഇതുവരെ എടുത്തില്ല. എടുത്ത് വാ, ഇതിപ്പോൾ അല്ലെങ്കിൽ വെള്ളമാകും. എടുത്താ കേട്ടോ, എനിക്ക് വേണ്ട. കൊള്ളാം. ഐസ്ക്രീം വാങ്ങിച്ചോ. ഇതാണ് നമ്മളെടുത്ത റൂം, ഫ്ലാറ്റ്. ഒരു വൃത്തിയില്ല. ടോയ്ലറ്റൊക്കെ ഹോട്ടലിൽ ഭയങ്കര സെറ്റപ്പായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എടുത്തത്. 3000 രൂപ കൊടുത്തത്. AC ഇല്ല, ഒന്നുമില്ല, ഒരു കുന്തവും ഇല്ല. ആകെ തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ഇവിടുന്ന് എങ്ങനെ സർവൈവ് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, വളരെ വിഷമത്തോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.